ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈസി ആയിട്ടുള്ള റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. ഇത് വന്നിട്ട് ആട്ടിൻ്റെ കുടലെന്ന് പറയും, അല്ലെങ്കിൽ ബോട്ടി എന്ന് പറയും. ഇത് ശരീരത്തിന് നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതെല്ലാവരും ഒന്ന് കഴിച്ചാൽ നല്ലതാണ് കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ളതാണ്, പിന്നെ നമ്മുടെ ശരീരത്തിന് അത്രയ്ക്കും ഗുണമാണ് കേട്ടോ. പിന്നെ ആദ്യമായിട്ട് ചാനൽ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം ഈ കുടലൊക്കെ ഒന്ന് ചുടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കി വെക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തിട്ടാണ് വാങ്ങിയത്. ക്ലീൻ ചെയ്യാണ്ട് വാങ്ങിയ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ചുടുവെള്ളത്തിൽ എന്താണ് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് വെക്കുക കേട്ടോ. പിന്നെ കുക്കറിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളീൻ്റെ പേസ്റ്റാണ് കേട്ടോ. ഇത് 3 നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ ഓരോരോ ഗ്ലാസ് ആയിട്ടാണ് കേട്ടോ എല്ലാം എടുത്തിരിക്കുന്നത്. പിന്നെ വന്നിട്ട് 2 സ്പൂണ് മുളക് പൊടി കേട്ടോ. നിങ്ങളുടെ എരിവിനനുസരിച്ച് പോലെ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടി കുറച്ച് കമ്മിയാക്കി ഇടുക കേട്ടോ. പിന്നെ പട്ട, ഗ്രാമ്പ്, ഏലക്ക, ഈ മൂന്ന് പൊടികൾ മാത്രം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വേറെ ഒരു പൊടി ചേർത്ത് കൊടുക്കണ്ട. ഈ 3 പൊടി മാത്രം ഒന്ന് പൊടിച്ച് വെക്കുക കേട്ടോ. പട്ട, ഗ്രാമ്പ്, ഏലക്കേൻ്റെ പൊടി. അതിന് ശേഷം ഞാൻ എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. പിന്നെ 2 സ്പൂണ് മല്ലിപ്പൊടി 2 സ്പൂണ് ചേർക്കാം കേട്ടോ. മല്ലിപ്പൊടി ഇതിൽ കൂടുതലായിട്ട് ചേർക്കാൻ നോക്കുക. അപ്പോൾ കൂടുതൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് കുറച്ചൊരു ഇത് ഇപ്പോൾ കുരുമുളകും ജീരകവും കൂടിയിട്ടൊന്ന് പൊടിച്ച് വെച്ചതാണ് കേട്ടോ. എപ്പോഴും കുരുമുളകും ജീരകവും ഒന്ന് പൊടിച്ച് വെക്കാൻ നോക്കണേ. എന്നിട്ട് അതൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. കുരുമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് പോലെ നമുക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് പോലെ നമ്മുടെ കുടലിൻ്റെ അനുസരിച്ച് പോലെ ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കൈ കൊണ്ട് മിക്സ് ചെയ്ത മസാല എല്ലാവിടെയും ഒന്ന് പിടിച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സ്പൂൺ വെച്ചിട്ടാണ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. എപ്പോഴും കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ മസാല എല്ലാ ഭാഗത്തും ഒന്ന് എത്താനൊന്ന് സഹായിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എല്ലാവിടെയും മസാല എല്ലാവിടെയും ഒന്ന് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി എല്ലാ മസാല ഒന്നിച്ച് എല്ലാവരും പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കയ്യിലൊന്ന് ഇളക്കാൻ പറയണത്. അതിന് ശേഷം വെളിച്ചെണ്ണ ഒന്ന് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക, ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം മല്ലിയില, പിന്നെ കറിവേപ്പില ചേർക്കണം. എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. മല്ലിയില ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് അടുപ്പിച്ച് ഒരു 8 വിസിൽ. ഇപ്പോൾ എൻ്റെ ഓരോ കുടലിൻ്റെ വേവിൻ്റെ അനുസരിച്ച് പോലെയാണ് കേട്ടോ. ഇപ്പോൾ ഈ കുടൽ വന്നിട്ട് ഒരു 9 വിസിലാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. പിന്നെ ലാസ്റ്റായിട്ട് ഇത് കണ്ടില്ലേ, ഇത് നല്ല അടിപൊളിയായിട്ട് നല്ല കുറുക്കിയിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത് തിക്കാണെങ്കിൽ തിക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ആക്കിയിട്ടും ചെയ്യാം കേട്ടോ. നമുക്ക് എങ്ങനെ വാങ്ങിച്ചത് നമുക്ക് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ ചൂട് ചപ്പാത്തി, ചോറ്, പിന്നെ എല്ലാത്തിനും ഒപ്പം ഇത് കഴിക്കാം കേട്ടോ. നല്ലൊരു കോമ്പിനേഷൻ ഉള്ളതാണ് കേട്ടോ. നമ്മുടെ ശരീരത്തിന് അത്രയും നല്ലൊരു സാധനം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നമ്മുടെ മട്ടൺ ഷോപ്പിലൊക്കെ കിട്ടുന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.